വഖഫ് ബോർഡ് വിഷയത്തിൽ സർക്കാരിനെതിരെ വിമർശനവുമായി മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഖപത്രം സുപ്രഭാതം. ബിജെപി നേതാവിന്റെ ഹർജിയെ പിന്തുണച്ചത് ആരുടെ താൽപര്യമാണെന്ന് സുപ്രഭാതം മുഖപ്രസംഗത്തിൽ ചോദിച്ചു. സർക്കാർ നിലപാട് ആശങ്കപ്പെടുത്തുന്നതാണെന്നും സുപ്രഭാതം വിമർശിച്ചു. റിയാസ് KMR ചേരുന്ന വിവരങ്ങളുമായി. റിയാസ്, ഏതായാലും സർക്കാരിനെതിരെ അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടിനെതിരെ ഇപ്പോൾ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതവും രംഗത്തെത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? രൂക്ഷ വിമർശനമാണ് ഈ സർക്കാർ കോടതിയിൽ സ്വീകരിച്ച നിലപാടിനെതിരെ സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം അവരുടെ മുഖപ്രസംഗത്തിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഈ വഖഫ് ബോർഡ് അംഗങ്ങളുടെ നിയമനത്തെ ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചത് എന്ന് സുപ്രഭാതം പറയുന്നു. അത് അമ്പരപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ്. ബോർഡിൽ അമുസ്ലിങ്ങൾ, ഒപ്പം തന്നെ ഷിയ വിഭാഗങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്താത്തതും ചില അംഗങ്ങളുടെ യോഗ്യത ചോദ്യം ചെയ്തും സമർപ്പിച്ച 4ഓളം പൊതു താൽപര്യ ഹർജികൾ പരിഗണിച്ചാണ് ഹൈക്കോടതിയിൽ ഇത്തരത്തിൽ സർക്കാരിന്റെ വാദം ചോദിച്ചത്. ആ സമയത്ത് വഖഫ് ബോർഡ് പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിച്ചതിലല്ല, ആ നിഗമനത്തിലേക്ക് കോടതി എത്തിക്കുന്നതിൽ അഡ്വക്കേറ്റ് ജനറൽ സ്വീകരിച്ച നിലപാടിലെ നിഗൂഢത മതേതര കേരളത്തെ കഠിനമായി ആശങ്കപ്പെടുത്തുന്നതാണ് എന്ന് സുപ്രഭാതം വിമർശിക്കുന്നു. മാത്രമല്ല, ബോർഡ് നിയമനം കേന്ദ്ര വഖഫ് നിയമ ഭേദഗതി പ്രകാരമുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ചില്ലെന്ന ഹർജിക്കാരുടെ വാദങ്ങളെ അഡ്വക്കേറ്റ് ജനറൽ കോടതിയിൽ അംഗീകരിച്ചു എന്നാണ് സുപ്രഭാതം പറയുന്നത്. ഇതോടുകൂടി വഖഫ് ബോർഡ് പ്രവർത്തനം താൽക്കാലികമായി മരവിപ്പിക്കാനുള്ള ഉത്തരവ് കോടതി നൽകുകയായിരുന്നു. ഇവിടെ ചില നിയമപരമായ വസ്തുതകൾ അത്യന്തം ഗൗരവകരമുള്ളതാണ് എന്ന് സുപ്രഭാതം പറയുന്നു. വഖഫ് നിയമ ഭേദഗതി ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഒരു കൂട്ടം ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. ഈ കേസിലെ തീർപ്പ് തേടിയാണ് പല സംസ്ഥാനങ്ങളും വഖഫ് പുനഃസംഘടനയും അനുബന്ധ നടപടികളും താൽക്കാലികമായി നിർത്തിവെച്ചത്. ചില സംസ്ഥാനങ്ങൾ ഈ സാഹചര്യം ചൂണ്ടിക്കാട്ടി വഖഫ് ബോർഡിലേക്ക് അമുസ്ലിങ്ങൾ അടക്കമുള്ള അംഗങ്ങളെ നിയമിക്കാൻ തയ്യാറായില്ല എന്നതുകൂടി സുപ്രഭാതം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അങ്ങനെ ഈ കേരളവും ആ രീതിയിലാണ് നിയമനം നടത്തിയത്. എന്നാൽ ഇത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ സർക്കാരിന്റെ നിലപാട് നിർണായകമായിരുന്നു. പരമോന്നത നീതിപീഠത്തിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ നിയമപരമായ തീർപ്പിന് ശേഷം നിയമനത്തിലെ സംവരണ കാര്യം ഉൾപ്പെടെ സംശദീകരിക്കാമെന്ന് സർക്കാർ സത്യവാങ്മൂലം നൽകാൻ കഴിയുമായിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ അതല്ല AG സ്വീകരിച്ച നിലപാടെന്ന സുപ്രഭാതം കുറ്റപ്പെടുത്തുന്നു. ഹർജിക്കാരുടെ വാദമുഖങ്ങളെ തത്വത്തിൽ അംഗീകരിച്ച് നൽകുകയായിരുന്നു AG ചെയ്തത്. കോടതിയിൽ AG നടത്തിയത് സർക്കാരിന്റെ നിലപാടായതിനാൽ അത് കേസിന്റെ തുടർ നടപടികളിലും പ്രതിഫലിച്ചേക്കും എന്ന ഒരു ആശങ്ക കൂടി സുപ്രഭാതം പറയുന്നു. അങ്ങനെ പ്രധാനമായിട്ടും സുപ്രഭാതം പറയുന്നത് ഉപരികോടതിയിലുള്ള വിഷയത്തിൽ തീർപ്പുണ്ടാകുന്നത് വരെ കേസ് പരിഗണിക്കുന്നത് മാറ്റിവെക്കണമെന്നോ അതല്ല കോടതി വിധിക്ക് വിധേയമായി തീർപ്പ് കൽപ്പിക്കാമെന്നോ പറയാമെന്നിരിക്കെ വീണ്ടും വിചാരമോ വിഷയത്തിന്റെ അതീവ ഗൗരവാവസ്ഥ മനസ്സിലാക്കാതെയോ ആണ് കേരള സർക്കാർ ഏകപക്ഷീയ നിലപാട് സ്വീകരിച്ചത്. അത് ഞെട്ടിക്കുന്നതാണ് എന്ന് പറയുകയാണ് ഈ സമസ്ത മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം അവരുടെ മുഖപ്രസംഗത്തിൽ. ഇത് പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, VD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നേരത്തെ PM ശ്രീ വിഷയത്തിലെ നിലപാടിനെതിരെയും വിമർശനമുയർത്തി സമസ്ത മുഖപ്രസംഗം എഴുതിയിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു രീതിയിലും രൂക്ഷ വിമർശനം ഉന്നയിച്ച് രംഗത്ത് വരികയാണ് സർക്കാരിനെതിരെ സമസ്തയുടെ മുഖപത്രമായിട്ടുള്ള സുപ്രഭാതം മുഖപ്രസംഗത്തിലൂടെ. ശരി, എന്തായാലും വഖഫ് ബോർഡ് വിഷയത്തിലാണ് ഇപ്പോൾ സർക്കാരിനെതിരെ വിമർശനവുമായി മുസ്ലിം പണ്ഡിത സംഘടനയായ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം എത്തിയിരിക്കുന്നത്. BJP നേതാവിന്റെ ഹർജിയെ പിന്തുണച്ചത് ആരുടെ താൽപര്യമാണെന്ന് സുപ്രഭാതം മുഖപ്രസംഗത്തിലൂടെ ചോദിക്കുകയുണ്ടായി. സർക്കാർ നിലപാട് ആശങ്കപ്പെടുത്തുന്നതാണെന്നും സുപ്രഭാതം വിമർശിക്കുകയുണ്ടായി. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.